ഏത് എന്ത് പറഞ്ഞാലും സുധാകരൻ പറയുന്ന ആയുധം ഇപ്പൊ ശൂലമാണ്. അതുകൊണ്ട് സാക്ഷാൽ ശൂലത്തെ BJP-യുടെ പ്രസിഡന്റിന്റെ ചുമതല ഏൽപ്പിക്കാനാണ് എന്നെ. പക്ഷേ ആളുകൾക്ക് ഇത്, ഈ മാധ്യമങ്ങൾക്കും അതുപോലുള്ള ആളുകൾക്ക് ഈ ശൂലത്തിന് ഇപ്പോ ഈ ശൂലം ആ ശൂലമല്ല, ഇത് തുരുമ്പിച്ച് ആക്രി കച്ചവടക്കാർ പോലും സ്വീകരിക്കാത്ത കേരള രാഷ്ട്രീയത്തിലെ വേസ്റ്റായ ശൂലമാണ് കെ സുധാകരൻ എന്നുള്ളത്. ഞാൻ അദ്ദേഹത്തെ പറ്റി പറയുന്നത്, അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയ വേസ്റ്റാണ്, രാഷ്ട്രീയ മാലിന്യം, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ. ഇവിടെ വന്നിട്ട് അങ്ങോട്ട് ആക്രോശിക്കുകയാണ്. ശൂലം വരും, ഏത് വഴിയാണ് വരുന്നതെന്ന് അറിയില്ല, ഏതിലെ വന്നാലെന്താ, ഏത് വഴി വന്നാലെന്താ. സുധാകരനും സതീശനും ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി, അവർ കൊണ്ടുവരുന്ന കൊട്ടേഷൻ സംഘങ്ങൾ അവർക്ക് തന്നെ വലിയാകും. കൊട്ടേഷൻകാരോടും പറഞ്ഞേക്കാം, സുധാകരനും സതീശനും അതുപോലുള്ള ആളുകളും പറയുന്നത് കേട്ട് എന്തെങ്കിലും പണം തരാം, അത് തരാം, ഇത് തരാം എന്ന് പ്രലോഭിപ്പിച്ചിട്ട് കോഴിക്കോട് നഗരത്തിലും ചുറ്റുപാടും ഇതൊന്നും കാണിച്ചിട്ട് ഇടതുപക്ഷത്തെയോ പ്രത്യേകിച്ച് CPM-നെയോ ഒന്നും പേടിപ്പിക്കാൻ ആരും വരണ്ട. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, CPM-ഉം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും വഴിയോരത്ത് കെട്ടിത്തൂക്കിയ ചെണ്ടയാണ് എന്നാരും കരുതരുത്. ആർക്കും കയറി രണ്ട് മേടിയിട്ട് പോയി കളയാം എന്നാരും കരുതണ്ട. പിന്നാലെ നടന്ന് തോണ്ടാനും ചൊറിയാനും വന്നാൽ സഹി കെട്ടാൽ തിരിഞ്ഞു നിന്ന് കണ്ണുരുട്ടും. സുധാകരന്റെയും സതീശന്റെയും ആക്രോശങ്ങൾ കേട്ട് നിയമം ലംഘിച്ച് പ്രവർത്തിക്കാൻ ഒരു ഉദ്യോഗസ്ഥരും തയ്യാറാവേണ്ടതുമില്ല. ജനങ്ങൾക്ക് നൽകേണ്ട സേവനങ്ങൾ അത് കൃത്യതയോടും സത്യസന്ധമായും നിറവേറ്റി വന്ന അനേകം സഹകരണ സ്ഥാപനങ്ങളിൽ ഒന്നാണ് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക്. അതിന്റെ തലപ്പത്ത് ഇന്നോളം കോൺഗ്രസ് ഉണ്ടായിരുന്നിട്ടുള്ളൂ. ഭരണത്തിന്റെ സാരഥ്യത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളെല്ലാം ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് പോലെ സത്യസന്ധമായും കൃത്യമായും ആത്മാർത്ഥമായും പ്രവർത്തിക്കുന്നു എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. എന്നാൽ അതിന്റെ സാന്നിധ്യത്തിൽ കുറെ വർഷങ്ങളായി അതിനെ ഭരണസമിതിയെ നയിക്കുന്ന, അതിന്റെ പ്രസിഡന്റായിട്ട് കുറെ കൊല്ലങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ നേതാവുണ്ട്, അഡ്വക്കേറ്റ് പ്രശാന്ത് കുമാർ. അദ്ദേഹം നേരത്തെ പറഞ്ഞ സതീശന്റെയും ഇവിടെ പരാമർശിക്കപ്പെട്ട സുധാകരന്റെയും ഗണത്തിൽപ്പെടുന്ന കോൺഗ്രസുകാരനായിട്ടല്ല ഞങ്ങൾ അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹം പഴയകാലത്തെ കോൺഗ്രസിന്റെ ഞങ്ങളുടെ അറിവും അനുഭവവും വിലയിരുത്തലും വെച്ച് പഴയ കോൺഗ്രസിന്റെ, ഇപ്പോഴത്തെ കോൺഗ്രസ് അല്ല, പഴയകാലത്തെ കോൺഗ്രസ്, ആ പഴയകാലത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും എങ്ങനെയാണോ ജനങ്ങളോട് ഇടപെടേണ്ടത്, എങ്ങനെയായിരിക്കണം സമീപിക്കേണ്ടത് എന്നെല്ലാം ഉള്ളത് കൃത്യമായി നിർവചിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് പഴയ കോൺഗ്രസിന്റെ ശൈലിയും രീതിയും അതുപോലെ സംസ്കാരവും എല്ലാം തുടർന്നു വരുന്ന ഒരു നല്ല പൊതുപ്രവർത്തകനാണ്, രാഷ്ട്രീയ നേതാവാണ്. രാഷ്ട്രീയമൊക്കെ വേറെയായാലും സത്യസന്ധമായി ഇങ്ങനെ ഒരു നിലപാടെടുത്ത് പ്രവർത്തിക്കുന്ന ഒരാളെ അങ്ങനെയേ ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളൂ. അദ്ദേഹം 10 വയസ്സ് അഴിമതിയൊന്നും നടത്താതെ സത്യസന്ധമായി ബാങ്കിന്റെ ഭരണസാരഥ്യത്തിൽ ഇരുന്നു കൊണ്ട് ബാങ്കിനെ നയിച്ചു. അതിന്റെ കൂടി ഫലമായിട്ടാണ് ആ ബാങ്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട സഹകരണ സ്ഥാപനങ്ങളിൽ, അനേകം സഹകരണ സംഘങ്ങൾ കേരളത്തിൽ പ്രധാനപ്പെട്ട നല്ല നിലയിൽ പ്രവർത്തിക്കുന്നതുണ്ട്. അതിൽ പേരെടുത്ത് പറയാവുന്ന എണ്ണത്തിൽ ഒന്നായി ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് സർക്കാരിന്റെ വിലയിരുത്തലിലും എല്ലാം പരിഗണിക്കപ്പെട്ടു. അതിനിടയിലാണ് ഈ പ്രശാന്ത് കുമാർ ഉൾപ്പെടെയുള്ള ഭരണസമിതിയുടെ പ്രസിഡന്റാണ് അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്നു. അദ്ദേഹത്തിന് ഒരിക്കലും സുധാകരനും സതീശനും നേതൃത്വം നൽകുന്ന കോൺഗ്രസിൽ നിൽക്കാൻ കഴിയും എന്ന അഭിപ്രായം വ്യക്തിപരമായി എനിക്കില്ല. കാരണം പണ്ടത്തെ കോൺഗ്രസിന്റെ തുടർച്ചയല്ലല്ലോ. ഇനിയിപ്പോ ആളുകൾ പറഞ്ഞു കേൾക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ഞാൻ അറിയില്ല. BJP-ക്ക് അകത്ത് വലിയ തർക്കമാണ്. കുറെ ഈ
കുഴൽപ്പണം, കള്ളപ്പണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതും തർക്കത്തോട് തർക്കമാണ്. അതിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ അടുത്ത ദിവസം തന്നെ മാറ്റുമെന്നൊക്കെ മാധ്യമങ്ങൾ പറയുന്നു. അങ്ങനെ മാറ്റി പുതിയ ആളെ തെരഞ്ഞെടുക്കുമ്പോൾ അവരുടെ മുമ്പിലുള്ള ആലോചന, എന്തിനാണ് ബി ജെ പിക്ക് ഒരു വേറെ പ്രസിഡന്റ്? സുധാകരന് ചാർജ് കൊടുത്താൽ പോരെ? കോൺഗ്രസിന്റെ പ്രസിഡന്റ് കെ സുധാകരന് ബി ജെ പി പ്രസിഡന്റിന്റെ ചുമതല കൂടി ഏൽപ്പിച്ചാൽ പോരെ എന്ന് ബി ജെ പിക്കാരുടെ പ്രധാനപ്പെട്ട ആളുകൾ ചിന്തിക്കുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഞാനറിയില്ല. അതാണ് സുധാകരൻ. അതുകൊണ്ടാണ് നേരത്തെ അധ്യക്ഷൻ പറഞ്ഞത്, എന്ത് പറഞ്ഞാലും സുധാകരൻ പറയുന്ന ആയുധം ഇപ്പൊ ശൂലമാണ്. അല്ലേ? അതല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? അത് തന്നെയാണ്. അതുകൊണ്ട് സാക്ഷാൽ ശൂലത്തെ ബി ജെ പിയുടെ പ്രസിഡന്റിന്റെ ചുമതല ഏൽപ്പിക്കാനാണ് തന്നെ. പക്ഷേ ആളുകൾക്ക് ഇത്, ഈ മാധ്യമങ്ങൾക്കും അതുപോലുള്ള ആളുകൾക്ക് ഈ ശൂലത്തിന് ഇപ്പോ ഈ ശൂലം ആ ശൂലമല്ല, ഇത് തുരുമ്പിച്ച് ആക്രി കച്ചവടക്കാർ പോലും സ്വീകരിക്കാത്ത കേരള രാഷ്ട്രീയത്തിലെ വേസ്റ്റായ ശൂലമാണ് കെ സുധാകരൻ എന്നുള്ളത്. ഞാൻ അദ്ദേഹത്തെ പറ്റി പറയുന്നത്, അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയ വേസ്റ്റാണ്, രാഷ്ട്രീയ മാലിന്യം, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ. ആ രാഷ്ട്രീയ മാലിന്യത്തെ ആക്രി കച്ചവടക്കാർ പോലും തിരിഞ്ഞു നോക്കും എന്നെനിക്ക് അഭിപ്രായമില്ല. അദ്ദേഹമാണ് വന്നിട്ട് ഈ ആക്രോശം കോഴിക്കോട്ട് നടത്തിയത്. എന്താ പ്രകോപനമുണ്ടാക്കിയത്? പ്രശാന്ത് കുമാറും അദ്ദേഹത്തോടൊപ്പമുള്ള കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട നേതാക്കന്മാരും പറയുന്നത് അവിടെ 10-25 നിയമനം വന്നുപോയി ഈ ചേവായൂർ ബാങ്കിൽ. അപ്പൊ കോഴിക്കോട്ട് അവിടെ നഗരത്തിൽ കോൺഗ്രസിന്റെ ഒരു വലിയ ആഫീസ് പടുത്തുയർത്തുന്നുണ്ട്. അതൊക്കെ ആവശ്യം. ഇപ്പൊ നമ്മളെല്ലാം ആഫീസ് ഉണ്ടാക്കുന്നില്ലേ? ഇപ്പൊ CPM ഇപ്പൊ അവിടെ ഒരു ഓഡിറ്റോറിയം ആധുനിക സൗകര്യങ്ങളോടുകൂടി പണിതിട്ടുണ്ട്. നോർത്ത് ഏരിയ കമ്മിറ്റിക്ക് ഒരു പുതിയ ആഫീസ് കെട്ടിടം മനോഹരമായ നിലയിൽ, സൗകര്യപ്രദമായ നിലയിൽ പണിതിട്ടുണ്ട്. നാട്ടിലെല്ലാം CPM ഒരു വലിയ പാർട്ടി ആയതുകൊണ്ട് എത്ര ആഫീസുകളുണ്ട്. പണ്ട് ഈ കക്കോടി എനിക്ക് ഓർമ്മയുണ്ട്, അപ്പുറത്തായി ഇടത്ത് ഭാഗത്ത് ഇപ്പോഴും അതുണ്ട് അല്ലേ? അതുണ്ട്. ഒരു കാര്യം പിടിച്ചിട്ട് നമ്മളൊക്കെ പണ്ട് DYFIയുടെ ആദ്യകാലത്തൊക്കെ നമ്മളൊക്കെ വന്നിട്ട്, ഞാൻ ഇന്നലെ ഏതൊരു സ്ഥലത്ത് പറയേണ്ടി വന്നു, ഉണ്ണിമാധവൻ നായർ ഒരു ആണീന്റെ മുകളിൽ ഒരു മുറിക്കയ്യൻ ഷർട്ടും കൊളുത്തിയാട് ഇട്ടിട്ട് ഒരു ബനിയൻ ഇട്ടിട്ട് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടാവും. നമ്മളൊക്കെ DYFIയുടെ ആദ്യകാലത്ത് ഇങ്ങനെ DYFIക്കാരി അന്വേഷിച്ച് വരുമ്പോ ആ കക്കോടി ആഫീസ്, ഇപ്പുറത്ത് ഒരു പുകയെല്ലാം കയറി അതെല്ലാം മതിയോ? ഇപ്പുറത്ത് സൗകര്യപ്രദമായ ആഫീസ്. ഇപ്പൊ എന്താ ഇവരാലോചിക്കുന്നുണ്ടാകുക? ആ ആഫീസും സൗകര്യം പോരാന്നാണ്. പുതിയ കാലത്ത് അതും മതിയാവുന്നില്ല. ഇങ്ങനെ എത്ര ആഫീസുകൾ. നാളെ ഇത് മാറ്റണമെന്നല്ല ഞാൻ പറഞ്ഞത്. പരിമിതികൾ വന്നു ചേരുന്നു. ആഫീസ്, കോൺഗ്രസിന് ആഫീസ് ഉണ്ടാക്കുന്നതിനൊന്നും ഞങ്ങളരുതരല്ല. പക്ഷേ 1 കോടിയോ 2 കോടിയോ മറ്റോ നിയമനം നടത്തി ഉദ്യോഗാർത്ഥികളിൽ നിന്ന് കോഴ വാങ്ങിയിട്ട് ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു പോലും പഴയ കോൺഗ്രസ് സംസ്കാരത്തിന്റെ പിന്തുടർച്ചക്കാരനായ പ്രശാന്ത് കുമാർ പറഞ്ഞു, അയ്യോ അത് മാത്രം എന്നോട് പറയരുത്, കോഴ വാങ്ങി ഏൽപ്പിക്കാൻ മാത്രം പറയരുത്. എന്നാ പിന്നെ നീ ഇതിന്റെ അടുത്തൊന്നും വരണ്ട, കോൺഗ്രസിലും വേണ്ട. പുറത്താക്കി. അങ്ങനെ ഒരാളെ പുറത്താക്കി കഴിഞ്ഞാൽ അയാളെ പെരുവഴിയിലേക്ക് ഇറക്കി വിട്ട് തല്ലും കുത്തും കൊല്ലും എന്ന് അദ്ദേഹത്തെ ഒപ്പമുള്ള ആളുകളെയും എല്ലാം ഇങ്ങനെ ശരിപ്പെടുത്തുമെന്ന് പറയുമ്പോ ഇതെന്താ താലിബാൻ ഭരിക്കുന്ന നാടാണോ? എന്താണ് സതീശനും സുധാകരനും മനസ്സിലാക്കുന്നത്? വെള്ളരിക്ക പട്ടണമാണോ ഇത്? ഇതൊന്നും ഇവിടെ നടക്കില്ല. കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കക്കോടി കോഴിക്കോട് എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ പഞ്ചായത്താണ്, അത് പാലത്തിന്റെ അപ്പുറം നഗരമാണ്. ആ പാലത്തിന്റെ ഒരു വ്യത്യാസമില്ലോട്ടും ഇതെല്ലാം ഒന്ന് തന്നെയല്ലേ? എല്ലാ സ്ഥലവും ഈ നാട് പ്രബുദ്ധമായ ജനതയുടെ നാടാണ്. എല്ലാ കാലത്തും പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകളായിട്ട് ഏറ്റവും സമുന്നതമായ പൗരബോധം ഉയർത്തിപ്പിടിച്ച നാടാണിത്. ആ നാടാണ് ജനസമൂഹത്തിന്റെ നാടാണിത്. ഇവിടെ വന്നിട്ട് അങ്ങോട്ട് ആക്രോശിക്കുകയാണ്. ശൂലം വരും. ഏത് വഴിയാണ് വരുന്നതെന്ന് അറിയില്ല. ഏതിലെ വന്നാലെന്താ, ഏത് വഴി വന്നാലെന്താ.
സുധാകരനും സതീശനും ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. അവർ കൊണ്ടുവരുന്ന കൊട്ടേഷൻ സംഘങ്ങൾ അവർക്ക് തന്നെ വലിയാകും. ഇപ്പോഴതാ പുതിയ വിവരം. അതിനുശേഷം 16നാണ് ഇലക്ഷൻ നടന്നത്. കൊട്ടേഷൻ സംഘങ്ങളെ അവിടുന്ന് ഇവിടുന്ന് കൊണ്ടുവന്നാണ് വിവരം. കുറെ കൊട്ടേഷൻ സംഘങ്ങളെ, എന്നിട്ട് 30 ആളുള്ള സംഘം, 15 ആളുള്ള സംഘം, എന്നിട്ട് ഓരോ സ്ഥലത്തും നിർത്തി. കുറച്ചാളെ ഇതിങ്ങനെ മനസ്സിലായപ്പോ അപ്പൊ പോലീസിന് മനസ്സിലായി, ആൾക്ക് മനസ്സിലാവുമല്ലോ ഒന്ന്, പോയിക്കോളാൻ പറഞ്ഞു. ശൂലം വഴിയാണെന്നും അത് അറിയില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. തടി വേണോ ജീവൻ വേണോ എന്നൊന്നും കൊട്ടേഷൻകാരോട് ചോദിച്ചിട്ടില്ല. ഇവരൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാകും. അത് ആള് ഇതാണല്ലേ. അപ്പൊ തന്നെ ഇവർ കൊണ്ടുവന്ന കൊട്ടേഷൻകാർക്ക് സംഗതി മനസ്സിലായിട്ടുണ്ടാകും, ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല എന്ന്. പോയിട്ടുണ്ട്. കൊട്ടേഷൻകാരോടും പറഞ്ഞേക്കാൻ, സുധാകരനും സതീശനും അതുപോലുള്ള ആളുകളും പറയുന്നത് കേട്ട് എന്തെങ്കിലും പണം തരാം, അത് തരാം, ഇത് തരാം എന്ന് പ്രലോഭിപ്പിച്ചിട്ട് കോഴിക്കോട് നഗരത്തിലും ചുറ്റുപാടും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കോ മാനമര്യാദമായി ജീവിക്കുന്നവർക്കോ പൊതുപ്രവർത്തനം നടത്തുന്നവർക്കോ ഏതെങ്കിലും സഹകരണ സ്ഥാപനങ്ങളോ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളോ മര്യാദക്ക് നടത്തുന്നവർക്കോ എതിരായി കൊട്ടേഷൻ സംഘങ്ങൾ ആയിട്ട് വന്നാൽ ആ കൊട്ടേഷൻ സംഘങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് നാട്ടുകാർക്ക് അറിയാം. അതുകൊണ്ട് അത്തരം കൊട്ടേഷൻ സംഘങ്ങളൊക്കെ വേറെ പണിയെടുത്ത് ജീവിക്കുന്നതിന് പോകുന്നതാണ് നല്ലത്. അതാണ് നല്ലത്. ഇതൊന്നും കാണിച്ചിട്ട് ഇടതുപക്ഷത്തെയോ പ്രത്യേകിച്ച് CPM-നെയൊന്നും പേടിപ്പിക്കാൻ ആരും വരണ്ട. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, എന്തിനാണ് CPM ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ? ചേവായൂർ ബാങ്കില് അവിടെ ഒരു തമ്മിൽ കോൺഗ്രസിൽ ഭിന്നതയുണ്ടായി. ഒരു വിഭാഗത്തെ കോൺഗ്രസ് നിന്ന് പുറത്താക്കിയവരുടെ കൂടെയാണ് കുറെ അധികം ആളുകളുള്ളത്. കാരണം അവർ സത്യസന്ധമായി ഈ സ്ഥാപനം നടത്തുന്നവരാണ്. അപ്പോ അതിന്റെ കൂടെ കുറെ ആളുകൂടി അവർ സ്വാഭാവികമായും ശൂലം വരും കുന്തം വരും എന്നൊക്കെ പറയുമ്പോ ഇവര് മര്യാദക്കാരാണ്, സത്യസന്ധന്മാരാണ്, ബാങ്കും അതുപോലുള്ള സ്ഥാപനങ്ങളും ജനതാൽപര്യത്തിനനുസരിച്ച് നടത്തിക്കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്നവരാണെന്ന് പതിറ്റാണ്ടുകളിലൂടെ തെളിയിച്ചവരുമാണ്. അവരുടെ ഭാഗത്താണ് ശരിയെന്ന് കണ്ടതിനെ തുടർന്ന് CPM ഇടതുപക്ഷം അത് ശരിയാണെന്ന നിലപാട് പരസ്യമായി എടുത്തിട്ടുണ്ട്. അതിലെന്താ തെറ്റ്? ഞങ്ങളതിൽ കക്ഷി ചേരാനോ ഭരണ പങ്കാളിത്തം കിട്ടിയേ മതിയാവുന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോ ഒരു മൂന്നോ നാലോ CPM-ന്റെ അങ്ങനെ ഒരു ഭരണത്തിൽ ഞങ്ങൾ ആലോചിച്ച് ചർച്ച ചെയ്തിരുന്നെങ്കിൽ ആ ബാങ്കിൽ അംഗങ്ങളായിട്ടുള്ള എത്ര പ്രധാനപ്പെട്ട നേതാക്കന്മാരുണ്ട്? CPM-ന്റെ ഒക്കെ നഗരത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ അതിൽ മെമ്പർമാരാണ്. ആരും മത്സരിക്കാനൊന്നും പോയിട്ടില്ല. ഞങ്ങളത് ആലോചിച്ചിട്ടേ ഇല്ല. കൃത്യമായിട്ട് പരസ്യമായിട്ട് തന്നെ CPM-ന് വേണ്ടി ഞാൻ പറയാൻ, പ്രശാന്ത് കുമാർ പ്രസിഡന്റും അദ്ദേഹവും എല്ലായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു 3-4 ആളുകളെ അദ്ദേഹം ബന്ധപ്പെട്ടിട്ട് അവിടെ ചിലപ്പോ അതിൽ 3-4 CPM-ന്റെ സാധാരണ താഴെ തലത്തിലുള്ള ആളുകളുണ്ടാവും. അത്രേ ഉള്ളൂ. അപ്പോഴാണ് ശൂലം വന്നത്, കുന്തം വന്നത്, ഇതെല്ലാം വരുന്നത്. അപ്പൊ പ്രബുദ്ധമായ നാടിന് ലേശം പൗരബോധം ഉണർന്നിട്ടുണ്ട്. എല്ലാവരും വോട്ട് ചെയ്യാൻ പോയി. കള്ളവോട്ട്. നീ കോൺഗ്രസിന്റെയും സുധാകരന്റെയും സ്വഭാവം എന്താ പറയും? സതീശന്റെയും. അവര് ജയിച്ചാൽ നല്ല ഒന്നാന്തരം പവന്മാർക്ക് പരിശുദ്ധമായ വോട്ട്. ഇടതുപക്ഷം ഇടയ്ക്ക് ജയിച്ചാൽ അത് കള്ളവോട്ട്, വളരെ മോശം. അതെന്തേർപ്പാടാണത്? കള്ളവോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ബൂത്തില് 23 ബൂത്താ ഉണ്ടായിരുന്നു. ഞങ്ങൾ മനസ്സിലാക്കിയത്, ഞാനൊന്നും ഭാഗത്തേ ഇല്ല. അത് പിന്നെ പറയുന്നത് കേട്ട് 23 ബൂത്ത് ഉണ്ടായിരുന്നു. ആ 23 ബൂത്തിലും 8 മണിക്ക് പോളിംഗ് തുടങ്ങി 4 മണിക്ക് ബാങ്കിന്റെ വോട്ടർമാരുടെ പോളിംഗ് അവസാനിക്കുന്നത് വരെ കോൺഗ്രസിന്റെ പ്രമുഖരായ ബൂത്ത് ഏജന്റുമാർ ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ബൂത്ത് ഏജന്റ്
അങ്ങനെ ഏതെങ്കിലും ഒരു സീനുണ്ടോ? പിന്നെ എന്ത് കള്ളവോട്ടാടോ? എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പോലീസിനെതിരായിട്ട് കുതിര കയറുന്നു. സാധാരണ ഈ കക്കോടിയൊക്കെ ചേളന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഇപ്പോ തെരഞ്ഞെടുപ്പ് നടക്കല്ലേ, വേറെ ചില തെരഞ്ഞെടുപ്പിനെ നടന്നിട്ട് നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവുമല്ലോ. എന്താ ഈ ആൾക്കൂട്ടം പോലെ പോലീസ് വന്ന് അണിനിരക്കേണ്ടി വരാറുണ്ടോ? ഈ ജില്ലയുടെ ചരിത്രത്തിൽ 50-ലധികം പോലീസിനെ ഇന്നോളം ഒരു സഹകരണ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പിന് നിയോഗിച്ചിട്ടില്ല. ചേളന്നൂർ ബാങ്കിൽ എത്രയാ നിയോഗിച്ചതെന്നറിയോ? 250-ലധികം പോലീസുണ്ട്. ആ പോലീസിന് അല്ല, ചേളന്നൂരല്ല, ചേവായൂർ ബാങ്ക് ഈ 16 250-ലധികം പോലീസിനെയാണ് കോഴിക്കോട്ട് ചേവായൂർ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പ് സ്ഥലത്ത് നിയോഗിച്ചത്. ഒരു അഡീഷണൽ SP, 6 അസിസ്റ്റന്റ് കമ്മീഷണർമാർ, 13 സർക്കിൾ സെക്രട്ടറിമാർ, ഇവരുടെ നേതൃത്വത്തിലാണ് 250-ലേറെ പോലീസിനെ വിന്യസിച്ചത്. ഓരോ ബൂത്തിലും 23 ബൂത്തുള്ളതിൽ ഓരോ ബൂത്തിലും 2 പോലീസ് ബൂത്തിന്റെ ഉള്ളിൽ. അതിലൊരു വനിതാ പോലീസുണ്ട്, ഒരു പുരുഷ പോലീസുണ്ട്. 3 ബൂത്തിന് തൊട്ടടുത്തുള്ള 3 ബൂത്തിന് SI റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടം. ഇങ്ങനെയെല്ലാമാണ്. പോലീസിന്റെ ഡ്യൂട്ടി എപ്പോഴാണ്? 6:30 മണി മുതൽ ആണ് പോലീസിന്റെ ഡ്യൂട്ടി. 8 മണിക്കാണ് പോളിംഗ്. 6:30 മണിക്ക് ഇത്രയും പോലീസുകാർ വരെ ഇതിനനുസരിച്ച് തന്നെ വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പോലീസ് ഡ്യൂട്ടി ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ ആ പോളിംഗ് നടന്ന പറയഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗേറ്റ് എല്ലാം നേരത്തെ തന്നെ അടച്ചിട്ടുണ്ട്. അതിനകത്ത് ഉദ്യോഗസ്ഥന്മാരും മറ്റതെല്ലാമാണ്. ഗേറ്റിന്റെ പുറത്ത്, ബൂത്തിനകത്ത് സ്കൂൾ കോമ്പൗണ്ടിൽ ആരുമില്ല. ഗേറ്റിന്റെ പുറത്ത് ബൂത്തിനനുസരിച്ച് അതിന്റെ നേരെ വോട്ടർമാർ ക്യൂ നിന്നിട്ടുണ്ട്. അത് സാധാരണ നമ്മുടെ ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? പോളിംഗ് തുടങ്ങുന്നതിന് മുമ്പേ ആള് വന്ന്, പണ്ടൊക്കെ ഇതിനേക്കാൾ ഏറെ വരും. എന്റെ നാട്ടിലൊക്കെ അന്ന് ഈ ചൂട്ടയൻ അതും കത്തിച്ചിട്ട് ആള് വരും. ആദ്യത്തെ വോട്ട് എന്റേതായിരിക്കും എന്ന് പറയുന്ന പ്രായം ചെന്നവരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതങ്ങനെ കാണുന്നില്ല. അവിടെ വന്നിട്ട് ആ ഗേറ്റിൽ അവിടെ വാതിലിന്റെ അടുത്തിരിക്കും. ഇത് ഗേറ്റിന്റെ പുറത്ത് ക്യൂ നിന്നിട്ടുണ്ട്. ലേശം വാശിയൊക്കെ ഉണ്ടല്ലോ, ശൂലം വരും കുത്തം വരും എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് രാവിലെ ഇതൊക്കെ വരുന്നതിന് മുമ്പേ പാവപ്പെട്ട എന്റെ തടി കാക്കുന്നതിന് എന്റെ വോട്ട് ചെയ്തിട്ട് അങ്ങ് രക്ഷപ്പെട്ട് വീട്ടിലേക്ക് പോകണം എന്ന് ചിന്തിച്ച പാവപ്പെട്ട വോട്ടർമാർ ഉണ്ട്. അവര് പോയിട്ട് അവിടെ നിന്ന് രാവിലെ തന്നെ സുധാകരന്റെ ശൂലവും കൊട്ടേഷനും വരുന്നതിന് മുമ്പേ അവരെ പാവപ്പെട്ട വോട്ടവകാശം വിനിയോഗിച്ച് വീട്ടിൽ പോയിട്ട് മക്കളിൽ തത്താം എന്ന് കരുതിയ വീട്ടമ്മമാരായ ബാങ്ക് മെമ്പർമാരൊക്കെ ഉണ്ടാകും. കോൺഗ്രസിന്റെ ഇവരെല്ലാം വന്നു. മണിക്കൂറുകൾ കഴിഞ്ഞപ്പോ കൊട്ടേഷൻകാരും അതുപോലെ അവർ ജില്ലയുടെ എല്ലാ ഭാഗത്തു നിന്നുമായി ഇറക്കിയിട്ടുള്ള ആളുകളും എല്ലാം കൂടി വന്നപ്പോ വോട്ടർമാർ നിൽക്കുന്നു. കള്ള വോട്ടർമാരെ കൊണ്ടുവന്നത് കോൺഗ്രസാണ്. സുധാകരന്റെയും സതീശന്റെയും ആഹ്വാനം കേട്ട് അങ്ങനെ വന്നിട്ടുള്ളവർ നോക്കുമ്പോ യഥാർത്ഥ വോട്ടർമാർ സുധാകരന്റെ ഭീഷണിക്ക് മുമ്പിൽ പതറാതെ വഴങ്ങാതെ വന്ന് വോട്ട് ചെയ്യാൻ ക്യൂ നിന്നിരിക്കുന്നു. അതിന് വെപ്പറാപ്പെട്ടിട്ട് എന്താ കാര്യം? അവർക്ക് സംരക്ഷണം കൊടുക്കാൻ ഞങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ആക്രോശമൊക്കെ കേട്ടപ്പോ ഏത് CPM-ന്റെ വോട്ടർമാരുണ്ട് കുറെ. CPM-നും നേരത്തെ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊന്നും, ഇപ്പോഴല്ല, അതിന്റെ 5 കൊല്ലം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിലൊന്നും ഇടതുപക്ഷം മത്സരിച്ചിട്ടേ ഇല്ല. അതിന്റെ മുമ്പ് മത്സരിച്ചപ്പോ 4000-ഓളം വോട്ട് കിട്ടിയിട്ടുണ്ട്. ചെറിയ കാര്യമല്ല. അപ്പൊ മനസ്സിലായോ? CPM-നും ഇടതുപക്ഷത്തിനും അവിടെ കുറെ വോട്ടർമാരുണ്ട്. ഞങ്ങളൊന്നും ജയിച്ചിട്ടില്ല. 4000-ഓളം വോട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് ചില്ലറയാണോ? ഒരു സഹകരണ ബാങ്കിൽ അതിനോട് കുറച്ചുകൂടി വന്നിട്ടുണ്ടാവും. അവരെല്ലാം വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. അവർക്ക് നേരെ ശൂലം വരാൻ പാടില്ല, അവർക്ക് നേരെ ബോംബേർ വരാൻ പാടില്ല. ഇത് ആള് സുധാകരനാ വന്നിട്ട് വെല്ലുവിളിച്ചത്. അപ്പോ
നഗരത്തിലെ CPM-കാരൊക്കെ ഒരു ശ്രദ്ധ വെച്ചിട്ടുണ്ടാകും. അല്ലാതെ ഒരു വേണ്ടാസനത്തും നമ്മളാരും പോയിട്ടില്ല. അവിടെയാണ് സുധാകരന്റെ ആഹ്വാനം കേട്ടിട്ട് പാർലമെന്റ് മെമ്പറായ MK രാഘവൻ ഇന്ത്യയിലെ പരമോന്നതമായ നിയമനിർമ്മാണ സഭ ഇന്ത്യൻ പാർലമെന്റ് അതിലംഗമായ ഒരു MP-ക്ക് എന്താണോ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നിടത്ത്, ബാങ്കിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നിടത്ത് കാര്യം? എന്താണ് അയാള് തലേദിവസം രാത്രിയും എല്ലാം ഇങ്ങനെ വട്ടം കറങ്ങി ആളെ കൂട്ടിയിട്ട് കൊട്ടേഷൻകാരിയാണ് നടത്തുന്നതിൽ MP-ക്കുള്ള റോൾ എന്ത്? ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം, ഉണ്ടെങ്കിൽ അത് ഏറ്റെടുക്കാൻ സന്നദ്ധമാവണം. എന്തിനാണ് അദ്ദേഹം അവിടെ ഇങ്ങനെ നാടകം അഭിനയിച്ചത്? സുധാകരന്റെ ആക്രോശം കേട്ട് അത് നടപ്പിലാക്കാൻ ഇറങ്ങി പുറപ്പെട്ടതാണോ? മാനമര്യാദക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നിടത്ത് അങ്ങനെ അങ്ങ് നടന്നോട്ടെ. എന്നിട്ട് ഇപ്പൊ എല്ലാ കുറ്റവും ഇടതുപക്ഷത്തിനും CPM-നും അങ്ങാടി തോറ്റതിന് അമ്മയോട് എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെ ഞങ്ങളെന്താ കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥാപനങ്ങളിലെല്ലാം പോയിട്ട് ഇടപെടാൻ നിന്നിട്ടുണ്ടോ? ഇവിടെ ആ പട്ടണപാലത്ത് ഇല്ലേ ഒരു അർബൻ സാമാന്യ തരക്കേടില്ലാത്ത സൊസൈറ്റിയാണെന്നാ തോന്നുന്നത്, കോൺഗ്രസിന്റെതാണ്. അതിനകത്ത് 2 ചേരിയായിട്ടാ മത്സരിച്ചത്. ഞങ്ങൾ ആരെങ്കിലും പോയിട്ട് ഇടപെട്ടിട്ട് ഏതെങ്കിലും ഒരു പക്ഷത്ത് നിന്നോ അല്ലെങ്കിൽ മത്സരിക്കാൻ നിന്നോ? എന്തിനാണ് അങ്ങ് പട്ടണപാലത്ത്? ഇവിടെ ഇപ്പോ നിങ്ങളെ കാക്കൂര് ബാങ്കിൽ എന്താ സ്ഥിതി? 2ആയിട്ടല്ലേ എത്തുന്നത്? നിങ്ങൾക്കെല്ലാം അറിയാവുന്നല്ലേ രാധാകൃഷ്ണൻ അല്ലേ? അതിൽ പോയിട്ടെന്താ CPM-ഉം ഇടതുപക്ഷവും ഇടപെട്ടിട്ട് ഒരു പക്ഷത്തിന്റെ കൂടെ കൂടിയിട്ട് എന്താ കിടക്കട്ടെ, ഞങ്ങൾക്കും കിട്ടട്ടെ 2. ഞങ്ങൾ ഇടപെട്ടിട്ടില്ല. നന്മട്ടിയും അങ്ങനെ തന്നെയാന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ തന്നെ ഉണ്ട് അല്ലേ പക്ഷേ? ഇത് സുധാകരൻ വന്ന് കുഴപ്പമുണ്ടാക്കിയതാണ്. സുധാകരനെ കടിഞ്ഞാണിട്ടിരുന്നുവെങ്കിൽ, സുധാകരനെ നിർത്തേണ്ടടുത്ത് നിർത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ ചേവായൂർ ബാങ്കിൽ ഈ സ്ഥിതി ഉണ്ടാകുമായിരുന്നോ? എവിടെയും പോയി എന്ത് തമ്മാടിത്തവും കാണിക്കാം എന്ന് ധരിച്ചാൽ കോഴിക്കോട് പോലുള്ള പ്രബുദ്ധമായ നാടും ജനതയും പൗരബോധമുള്ള ജനസമൂഹവും അത് വകവെച്ചു കൊടുക്കുമെന്നാണോ കരുതിയത്? അതിന് കുറ്റേട്ടന്റെ കടയിൽ പോണം. കോഴിക്കോട്ട് അത് നടക്കില്ല. എന്നിട്ട് ഇപ്പോ വീണ്ടും ഏത് കക്കോടിയിലുള്ള CPM-ന്റെ നേതാക്കന്മാർ പേരെടുത്ത് പറഞ്ഞിട്ട് ബാലുശ്ശേരി മെഹബൂബ് മറ്റേ ഇത് കോഴിക്കോട് നഗരത്തിലെ പേരൊക്കെ പറഞ്ഞു. അതിനൊന്നും വിഷമമൊന്നുമില്ല. ഇവരൊക്കെ ഞങ്ങളുടെ നേതാക്കന്മാർ തന്നെയാണ്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ തൊട്ട് ഏരിയ സെക്രട്ടറിമാർ തൊട്ട് ജില്ലാ നേതാക്കന്മാരായിട്ടുള്ള പാർട്ടി സഖാക്കളുടെയൊക്കെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പേര് പറയുന്നതിനെന്താ? എന്റെ പേര് പറയുന്നുണ്ടോ? നിങ്ങളുടെ പേര് പറയുന്നതിനെന്താ? ഒരു കുഴപ്പമില്ല. പക്ഷേ അനാവശ്യമായിട്ട് CPM-ന്റെയോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയോ ഏതെങ്കിലും പ്രവർത്തകരുടെയോ നേതാക്കന്മാരുടെയോ പിന്നാലെ നടന്ന് തോണ്ടാനും ചൊറിയാനും വരാൻ പാടില്ല. മനസ്സിലായില്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് പറഞ്ഞു, ഞങ്ങളിലൊന്നും ഇടപെട്ടിട്ടില്ല. ന്യായത്തിന്റെയും മര്യാദയുടെയും പക്ഷത്ത് ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസവും ചെയ്തിട്ടുണ്ട്, നാളെയും അത് ചെയ്യും. അത് ഈ നാട് CPM-ൽ നിന്നും ഇടതുപക്ഷത്തിൽ നിന്നും ഈ നാടും ജനതയും പ്രതീക്ഷിക്കുന്നതാണ്. അതിനാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയത്. വല്ലാതെ കളിതമാശക്കല്ല. ഇതൊക്കെ ഒരു കളിതമാശക്ക് ഉണ്ടാക്കി വെച്ച പ്രസ്ഥാനമാണ് എന്നാണോ ധരിക്കുന്നത്? ന്യായത്തിന്റെയും നീതിയുടെയും പക്ഷത്ത് നിന്ന് നാടിനു വേണ്ടി അടരാടാനും പ്രവർത്തിക്കാനുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM-ഉം എല്ലാം കെട്ടിപ്പടുത്ത് നിൽക്കുന്നത്. ഞാൻ അവിടെ പറഞ്ഞ കാര്യം ഇവിടെ ആവർത്തിക്കുന്നു. CPM-ഉം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും വഴിയോരത്ത് കെട്ടിത്തൂക്കിയ ചെണ്ടയാണ് എന്നാരും കരുതരുത്. ആർക്കും കയറി 2 മേടിയിട്ട് പോയി കളയാം എന്നാരും കരുതണ്ട. പിന്നാലെ നടന്ന് തോണ്ടാനും ചൊറിയാനും വന്നാൽ സഹി കെട്ടാൽ തിരിഞ്ഞു നിന്ന് കണ്ണൂരിട്ടു. ആരെയും മേലെ കുതിര കയറില്ല, ഒന്നുമില്ല.
ഞാൻ അവിടെ പറഞ്ഞ വാചകം ഇവിടെയും ആവർത്തിക്കുന്നു. തിരിഞ്ഞു നിന്ന് കണ്ണുരുട്ടിയാൽ താങ്ങാനുള്ള ശേഷി കോൺഗ്രസിനുണ്ടോ എന്നാലോചിച്ചിട്ട് മതി ഞങ്ങളുടെ പിന്നാലെ തോണ്ടാൻ വരുന്നത്. ഇത്രയും നമ്മളാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ല. അത് ഒന്നുമില്ല. ഞങ്ങൾ ഇങ്ങോട്ട് ആക്രമിച്ചാൽ തടയും. അത് സുധാകരനായാലും തിരക്കടില്ല, സതീശനായാലും തിരക്കടില്ല. നമ്മളെ തടിക്ക് കേടുവരരുത്, അതിന് തടയും. കൈ ഉയർത്തി തടയും. ഇങ്ങോട്ട് തലക്ക് നേരെ വരുന്ന അടി തടുക്കും, നെഞ്ചിന് നേരെ വരുന്ന കുത്ത് തടുക്കും. അത്രേ ഞങ്ങൾ. ആരെ നേരെയും CPM-കാരോ ഇടതുപക്ഷക്കാരോ കണ്ണൂരിട്ടരുത്. ആരെ ശരീരത്തിലും കൈവെക്കരുത്. മനസ്സിലായില്ല? ആരെയും ചീത്ത വിളിക്കരുത്, ഒന്നും പറയരുത്, തടുക്കുക മാത്രം. നിങ്ങൾക്ക് സംഗതി മനസ്സിലായി? മാഷക്ക് മനസ്സിലായോ? നിങ്ങൾ മുതിർന്ന ആളാ. തടുക്കാനേ പാടുള്ളൂ. ഞാനിതൊരു സ്ഥലത്ത് പറഞ്ഞപ്പോ ഒരു മരംവെട്ടുകാരനായ ആരോഗ്യമുള്ള ഒരാള്, നമ്മളൊരു CPM-ന്റെ അനുഭാവിയാണ്, പൊതുയോഗത്തുനിന്ന് കഴിഞ്ഞ് ഇറങ്ങിയപ്പോ എന്നോട് ചോദിച്ചു, അല്ല നിങ്ങൾ പറയുന്ന ആരെ നേരെയും കണ്ണുരുട്ടരുത്, ഇങ്ങോട്ട് ആക്രമിച്ചാലും അങ്ങോട്ട് തല്ലരുത്, ഒന്നും ചെയ്യരുത്, ഇങ്ങോട്ട് ആക്രമിക്കുമ്പോ തടുക്കാനേ പാടുള്ളൂ, ആരെയും വേദനിപ്പിക്കരുത്. ഞാൻ എന്റെ ഈ കരുത്തുള്ള എന്റെ കൈയല്ല, മറ്റേയാളെ കൈ എന്നോട് പറഞ്ഞ മഴുപ്പണിയാണ് അയാളെ പണി. ഈ കൈ കൊണ്ട് എനക്ക് നേരെ വരുന്ന ഒരു അടി തടുത്താൽ അടിക്കുന്നവന്റെ കൈ വേദനയാവില്ല. അതിനെന്താ നിങ്ങൾ ഉത്തരവെന്ന് എന്നോട്? നിങ്ങൾക്ക് സംഗതി മനസ്സിലാകും. ഈ CPM-കാരുടെ ഇടതുപക്ഷക്കാരെയൊക്കെ കൈക്ക് കുറച്ച് കരുത്തുണ്ടാവും. അപ്പൊ ഈ കരുത്തുള്ള കൈ കൊണ്ട് ഇങ്ങോട്ട് വരുന്ന ആക്രമണങ്ങളെ തടഞ്ഞാൽ അടിക്കുന്ന കോൺഗ്രസ്സുകാരന് കൈവേദനയാവൂലേ? അതിനെന്താ മറുപടി? ഒറ്റ മറുപടിയേ ഉള്ളൂ. CPM-കാരെയും ഇടതുപക്ഷക്കാരെയും അനാവശ്യമായി തല്ലുമ്പോ അവർ തിരിഞ്ഞു നിന്ന് തടുക്കും, പ്രതിരോധിക്കും. അവന്റെ ശരീരത്തിന് അടിയേൽക്കാതിരിക്കാൻ തടുക്കും. തടുക്കുന്നത് ഇടതുപക്ഷക്കാരന്റെ കരുത്തുള്ള കൈകൊണ്ടായിരിക്കും. ആ കൈകൊണ്ട് തടഞ്ഞാൽ അടിക്കുന്ന കോൺഗ്രസ്സുകാരന്റെ കൈക്ക് വേദനിക്കുമെന്ന് ആലോചിക്കേണ്ടത്, ചിന്തിക്കേണ്ടത് കമ്മ്യൂണിസ്റ്റുകാരന്റെ ചുമതലയല്ല, അടിക്കാൻ വരുന്ന കോൺഗ്രസ്സുകാരന്റെ ബാധ്യതയാണ്. അതേ അതിനുത്തരവുണ്ട്. മനസ്സിലായില്ലേ? വേറെന്തെന്നാ പറയാ? അടിക്കുന്നോണ്ട കൈവേദനയാവുമെന്ന് അടി തടുക്കുന്ന നമ്മളെന്തിനാ ചിന്തിക്കുന്ന? അടിക്കാൻ വരുന്നവരല്ലാതെ. അതുകൊണ്ട് ഇങ്ങോട്ട് തല്ലാനും മാന്താനും തോണ്ടാനും ഒന്നും വരാം. ഞങ്ങൾ പാവങ്ങൾ. ഞങ്ങൾ ഈയിലെ രാഷ്ട്രീയ പ്രവർത്തനവും നടത്തി ഈ കക്കോടി വഴിയിലൂടെ അതിലൂടെയൊക്കെ അങ്ങ് പോയിക്കോട്ടെ. കൂട്ടത്തിൽ എന്താ കുറെ ആളെ മൂക്ക് ചത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. 250 പോലീസുകാർ. അതിലേക്ക് അക്കോട് ഇവിടെ ഞാൻ താമസിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. എന്താ പേര്? ശ്രീജിഷ് അല്ലേ? ഇവിടെ എങ്ങാനാ? എവിടെയാ നിനക്ക് അറിഞ്ഞൂടാ? അയാളെ മൂക്ക് ചുത്തു. എങ്ങനെയുണ്ട്? മൂക്കില്ലാതെ എന്നേരം പറഞ്ഞിട്ട് കക്കോടി വന്നിറങ്ങി. അങ്ങനെ ഉണ്ടാവും. ശ്രീജിഷ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ASI റാങ്കിലും മറ്റാണെന്ന് തോന്നുന്നു. മാത്രമല്ല അയാളെ മൂക്ക് ചെത്തിക്കോട്ടെ. അയാളുടെ ഭാര്യ എവിടെയാണ് ജോലി ചെയ്യുന്നത്, എവിടെ നിന്നാണ് ബസ് കയറുക, എവിടെയാണ് ബസ് ഇറങ്ങുക, എങ്ങോട്ടോ ഏതിലെ വഴിയെല്ലാണ് പോവുക, വീട്ടിലേക്ക് പോവുക ഏതിലൂടെയാണ് എന്നെല്ലാം ഞങ്ങൾക്കറിയാം. ആർക്ക്? കോൺഗ്രസ്സുകാർക്ക്. നല്ല ഏർപ്പാട്. അയാളുടെ മക്കൾ ഏത് സ്കൂളാണ് പോകുന്നത്, ഏത് ക്ലാസ്സിലാണെന്ന് അറിയാം. അസിസ്റ്റന്റ് കമ്മീഷണർ ഉമേഷ് അയാൾ ഈ മൂക്ക് ചത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. സഹകരണ വകുപ്പിലെ കുറച്ച് ഉദ്യോഗസ്ഥന്മാർ അവരെ കൈകാര്യം ചെയ്യും. എന്നിട്ട് എന്താ പറയുന്നറിയും? 1.5 കൊല്ലമേ ഇനി തെരഞ്ഞെടുപ്പിനുള്ളൂ. ഇതാ ഭീഷണി. തെരഞ്ഞെടുപ്പിന് അത് ഞങ്ങളോട് പറയണോ? ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? എല്ലായ്പ്പോഴും ഞങ്ങൾ പറയുന്നതാണ്. ഇതാ ഇപ്പോ 3-ാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു ഇല്ലേ? ഇടതുപക്ഷത്തിന്റെ ഭരണം, തുടർ ഭരണം. ഞങ്ങളല്ലേ അധികം പറയുന്നത് നാട്ടില്. ഞങ്ങൾ ഓർമ്മപ്പെടുത്തണോ ഇത്? 1.5 കൊല്ലമേ ഉള്ളൂന്ന്?
ഞങ്ങളാ ജാഗ്രതയിലല്ലേ ഉള്ളത്. എന്നിട്ട് പറയാണ് 2026 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇവന്റെ ഇച്ഛാച്ചൻ മുഖ്യമന്ത്രിയാവും, അപ്പോ എല്ലാരെയും മൂക്കിയെത്തും, നിങ്ങളെയൊന്നും കയ്യും കാലും ഉണ്ടാവില്ല. ഇതാണ് ഭീഷണി. ഇത് ഇടതുപക്ഷക്കാര് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ആദ്യമായിട്ട് കേൾക്കണോ? 2021 തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് എന്താ പറഞ്ഞത്? ഇവര് മന്ത്രിമാരെ നിശ്ചയിച്ചില്ലേ? കക്കോടിയിൽ നിന്നൊക്കെ അത്യാവശ്യം നിങ്ങളെ അറിയാവുന്ന ചിലരെയൊക്കെ മന്ത്രി ആഫീസിൽ സ്റ്റാഫിനൊക്കെ നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു, കോൺഗ്രസും ലീഗൊക്കെ. എന്നിട്ട് എന്തായി? 8.5 കൊല്ലക്കാലത്തെ പിന്തുടരുന്ന ഇടതുപക്ഷത്തിന്റെ ഭരണം ഇവരുടെ ഇച്ഛാച്ചം വിചാരിച്ചാലും അതിന്റെ 3ാമത്തെ തവണയും തുടർ ഭരണം ലഭിക്കുന്നത് തടയാനാവില്ല. ആ സാഹചര്യത്തിലൂടെയാണ് കേരളം പോകുന്നത്. ഞങ്ങൾ അഹന്തയും അഹങ്കാരവും ഒന്നും വെച്ചിട്ടല്ല പറയുന്നത്. ജനങ്ങൾ ഇടതുപക്ഷത്തിന്റെ കൂടെയാണ്, ഈ ഗവൺമെന്റിന്റെ പിന്നിലാ. അന്നേരത്താണ് ഉദ്യോഗസ്ഥന്മാരുടെ മൂക്കുചൊത്തും എന്നെല്ലാം. ഒരു കാര്യം പച്ചയായി ഞങ്ങൾ പറഞ്ഞേക്കാം, ഒരു ഉദ്യോഗസ്ഥനും തെറ്റായ നിലയിൽ, ജനവിരുദ്ധമായ നിലയിൽ, നിയമവിരുദ്ധമായ നിലയിൽ പ്രവർത്തിക്കണം എന്ന് ഞങ്ങൾ പറയില്ല, പ്രേരിപ്പിക്കുകയുമില്ല. അങ്ങനെ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചാൽ അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഗവൺമെന്റോ സംരക്ഷണം നൽകില്ല, പിന്തുണ നൽകില്ല. എന്നാൽ സുധാകരന്റെയും സതീശന്റെയും ആക്രോശങ്ങൾ കേട്ട് നിയമം ലംഘിച്ച് പ്രവർത്തിക്കാൻ ഒരു ഉദ്യോഗസ്ഥരും തയ്യാറാവേണ്ടതുമില്ല. നിയമവിധേയമായി ജനതാൽപര്യത്തിനനുസരിച്ച് നിയമം നടപ്പിലാക്കുന്നതിന് നിയമവാഴ്ചക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്റെയും മൂക്ക് ചത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. അത്തരത്തിൽ നിയമാനുസരണം പ്രവർത്തിച്ചതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടാൻ ഒരു ഉദ്യോഗസ്ഥനും ഞങ്ങൾ അനുവദിക്കില്ല. ഉദ്യോഗസ്ഥനും അത്തരം അനുഭവം ഉണ്ടാവില്ല. അത്തരത്തിൽ നീതിപൂർവ്വം നാടിന്റെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ പോലീസ് സേനയിലാവട്ടെ, മറ്റേത് സർക്കാർ സർവീസിലാവട്ടെ, അവരുടെ പരിപൂർണമായ സമ്പൂർണമായ സംരക്ഷണം ഞങ്ങൾ ഇടതുപക്ഷം ഏറ്റെടുക്കും. ഇത് വെറുതെ കളിതമാശ പറയുന്നൊന്നല്ല. അതുകൊണ്ട് ശ്രീജീഷ് പണ്ട് ഇവിടെ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോകുമ്പോ അയൽവക്കത്തുള്ള ആരെങ്കിലും ലോകം പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഇനി പുറത്തുനിന്ന് ലോകം പറഞ്ഞുള്ള ഒറ്റക്ക് നടത്തിക്കും. ഇനി അദ്ദേഹം ചെയ്യാറുണ്ടെങ്കിൽ പോലീസ് സേനയിലായതുകൊണ്ട് അതിന്റെ അച്ചടക്കവും സംഗതികളും അദ്ദേഹത്തിന് ബാധകമാണ്. സുധാകരന്റെയോ സതീശന്റെയോ ആ സ്ഥാനത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്താൻ അവർ തയ്യാറാണെങ്കിൽ ഞങ്ങൾ തയ്യാർ. ഉദ്യോഗസ്ഥന്മാരെ തല്ലുന്നവരെന്ന് കാണട്ടെ. ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ നിയമാനുസൃതമായി പ്രവർത്തിച്ചതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് അറിഞ്ഞാൽ, കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു ഉപദ്രവം ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ, നീതിപൂർവമായി പ്രവർത്തിച്ചവർക്ക് നേരെ വന്നെന്നറിഞ്ഞാൽ അപ്പോൾ കോൺഗ്രസ് വിവരം അറിയും. മനസ്സിലായില്ലേ? അതിലപ്പുറം പറയണ്ടല്ലോ. അപ്പോൾ വിവരം അറിഞ്ഞിരിക്കും. അതുകൊണ്ട് വേണ്ടാസനക്കൊന്നും പോവണ്ട. അകത്തങ്ങാൻ കിടക്കുന്ന മഴുവെടുത്തിട്ട് കാലിന്റെ മുകളിൽ കൊണ്ടിടാൻ കോൺഗ്രസ് നിൽക്കണ്ട. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഇപ്പൊ തന്നെ കുറച്ച് നീണ്ടുപോയി. അത് ഒരു കാര്യം കൂടി 2 വാചകത്തിൽ പറയാം. എന്താണെന്നറിയോ? ഈ ആക്രോശമൊക്കെ വരുന്നത് എന്താണെന്നറിയോ? ഇടതുപക്ഷ ഭരണം 8.5 കൊല്ലം പിന്നിടുന്നു. കേരളത്തിൽ ജനങ്ങൾ ചില അഭിപ്രായങ്ങളും വിമർശനങ്ങളൊക്കെ ഉണ്ടാവും. പെൻഷൻ യഥാവസരം കിട്ടുന്നതിൽ കാലതാമസം ഉണ്ടായി. കേന്ദ്രത്തിൽ നിന്ന് പൈസ തരാഞ്ഞിട്ടാണോ? അല്ലാതെ ഇടതുപക്ഷത്തിന് എന്തെങ്കിലും വിമുഖത ഉണ്ടോ? ഈ നാട്ടിലെ പാവപ്പെട്ട പെൻഷൻ കിട്ടുന്നവര് വാങ്ങുന്നവരുടെയും യാതനകളും വേദനകളും അനുഭവിക്കുന്ന പാവപ്പെട്ട തൊഴിലാളിയുടെയും കർഷക തൊഴിലാളിയുടെയും നിർമ്മാണ തൊഴിലാളിയുടെയും കൃഷിക്കാരന്റെയും വേദനകളും യാതനകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ആരെങ്കിലും പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടതുണ്ടോ? അവന്റെ വേദനകളിലും യാതനകളിലും അവരോടൊപ്പം പങ്കുചേർന്ന് അവരുടെ എല്ലാ ദുരിതങ്ങളിലും അവരോടൊപ്പം പങ്കുചേർന്ന് വളർന്നവരാണ് ഈ ഇടതുപക്ഷ പ്രസ്ഥാനം.
ഞങ്ങളെ ആരും പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടതില്ല. ഞങ്ങൾ അത് അനുഭവസ്ഥരാണ്. ഞങ്ങളത് സത്യസന്ധമായി ആത്മാർത്ഥമായി ചെയ്യും. പരിമിതിയുണ്ടായി. കേന്ദ്രം എല്ലാം നിലയിലും കണ്ണിൽ ചോരയില്ലാത്ത സാമ്പത്തിക ഉപരോധം, ക്രൂരത ഈ കേരളത്തോട് കാണിച്ചു. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ വയനാട്ടിൽ ചൂരമല ദുരന്തം? ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ സമീപകാല ചരിത്രത്തിൽ ഇതുപോലൊരു മഹാദുരന്തം ഉണ്ടായിട്ടുണ്ടോ? മറ്റ് സംസ്ഥാനങ്ങളിൽ 10-13 സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ ഇതിന് ശേഷം പ്രളയം ഇതുപോലെയൊന്നും ഉണ്ടായില്ലെങ്കിലും ചെറിയ തോതിലുണ്ടായി. 900 കോടി, 500 കോടി, 100 കോടി, 150 കോടി ഈ അനുപാതത്തിൽ കൊടുത്തില്ലേ? അവർക്കൊന്നും കൊടുത്തതിന് ഞങ്ങളെതിരല്ല. പക്ഷെ കേരളത്തിൽ ഏറ്റവും വലിയ ഇന്ത്യയിലെ മഹാദുരന്തം അനുഭവിക്കേണ്ടി വന്ന കേരളത്തോട് എന്തിനീ ക്രൂരത? അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചോദിച്ചത്, ഈ നാട് അലറി വിളിച്ച് ചോദിച്ചത്, വയനാട് എന്താ ഇന്ത്യയിലല്ലേ? ഉത്തരം കിട്ടിയോ ആ ചോദ്യത്തിന്? എന്താ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ നിലപാട്, കോൺഗ്രസിന്റെ നിലപാട്? എന്താ നിലപാട്? ഇവരെല്ലാം കൂടിയിട്ട് ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ, ഗവൺമെന്റിനെ തകർക്കാൻ വഴിയാരാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു മഹാസഖ്യം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഗവൺമെന്റിനുമെതിരായി രൂപക്കൊള്ളുകയാണ്. ശ്രദ്ധിച്ചോളണം, എല്ലാവരും തടകുടഞ്ഞെഴുന്നേറ്റോളണം. ഈ മഹാസഖ്യത്തിന്റെ ഉദ്ദേശം എന്താണ്? കേരളത്തിലെ ഗവൺമെന്റിനെ തകർക്കുക, ഇടതുപക്ഷത്തെ ഇല്ലാതാക്കുക. ഇടതുപക്ഷം ഈ കക്കോടി ബസാറിൽ ഇടതുപക്ഷം അങ്ങ് ഇല്ലാതായി എന്ന് കരുതുക. ഇല്ലാതാകാനൊന്നും പോകുന്നില്ല. ഇടതുപക്ഷം കക്കോടി ബസാറിൽ അങ്ങ് ദുർബലപ്പെട്ടു പോയി, ഇല്ലാതായി എന്ന് കരുതുക. രാജേന്ദ്ര, നിങ്ങളൊന്നും ഇവിടെ ഇല്ലാതായി എന്ന് കരുതുക. എന്തായിരിക്കും കക്കോടി ബസാറിന്റെ അവസ്ഥ? നിങ്ങൾ അത് മാത്രം ചിന്തിച്ചാൽ മതി. ആരാ ഇവിടെ ഉറഞ്ഞു തുള്ളി ഇളകി ആടി വരിക? ആരാ ഇവിടെ? സംഘപരിവാരുകാരൻ ഉറഞ്ഞു തുള്ളി നാടിനെ തകർക്കും. ഇവിടെ ലക്ഷണമൊത്ത തീവ്രവാദികളായ SDPIക്കാരും മതരാഷ്ട്രവാദികളായ ജമായത്ത് ഇസ്ലാമിയുമായിരിക്കും ഇവിടെ ഉറഞ്ഞു തുള്ളുക. അങ്ങനെ വന്നാൽ സാമൂഹ്യദ്രോഹികളുടെ വികാര കേന്ദ്രമായി കക്കോടി മാറും, ഈ കേരളം മുഴുവൻ മാറും. ഇടതുപക്ഷം ഇല്ലാതായാൽ സംഭവിക്കാൻ പോകുന്നത് അതാണ്. സ്ത്രീകൾക്ക് മാനമര്യാദമായി നടക്കാൻ കഴിയുമോ? വഴി നടക്കാൻ കഴിയുമോ? ഈ നാട്ടിൽ സ്വൈരമായി വീട്ടിൽ കിടന്നുറങ്ങാൻ സാധാരണ മനുഷ്യർക്ക് കഴിയുമോ? അത്തരമൊരു സാഹചര്യം ഉത്തരേന്ത്യയിലൊക്കെ ഉള്ളതുപോലെ ഈ കേരളത്തിലും കക്കോടിയിലും നമ്മുടെ കോഴിക്കോട്ടും ചുറ്റുപാടും വന്ന് ഭവിക്കണം എന്നാണോ ഈ നാട് ആഗ്രഹിക്കുന്നത്? അതിന് നിന്നുകൊടുക്കണമോ? ഇവിടെ മഹാസഖ്യം ആരല്ല, ഞാൻ ഈ പറഞ്ഞ സംഘപരിവാർ അടങ്ങാത്ത വകയാണ് ഇടതുപക്ഷത്തോട് അക്കൂട്ടർക്കുള്ളത്. അവർ ഇന്ത്യയെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കിയിട്ട് മാറ്റാനാണ് പരിശ്രമിക്കുന്നത്. അവരുടെ കൂടെ കോൺഗ്രസ്, കേരളത്തിലെ സതീശനും സുധാകരനും, BJPയുടെ പ്രസിഡന്റ് സ്ഥാനം പൊടിയൊന്നു പറഞ്ഞിട്ട് കരുതിയിട്ട് ആ ചുമതല കൂടി കണ്ണുവെച്ച് നടക്കുന്ന സുധാകരനും ഒക്കെ സതീശൻ ആരാ? പ്രതിപക്ഷ നേതാവിന് ഔദ്യോഗിക വാഹനമുണ്ട്. സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അയാളുടെ കണ്ണ് ഇടത്തും വലത്തുമാണ്. എന്താ? ഏതെങ്കിലും BJPയുടെ പഴയകാലത്തെ നേതാക്കന്മാരുടെ, സംഘപരിവാറിന്റെ നേതാക്കന്മാരുടെ ഏതെങ്കിലും ഒരു ഫ്ലക്സ്, ഫോട്ടോ ഉള്ള ഫ്ലക്സ് എവിടെയെങ്കിലും തൂക്കി നിൽക്കുന്നുണ്ടോ? എന്തെങ്കിലും സമ്മേളനമോ പ്രചരണത്തിന്റെ ഭാഗമായി BJP കെട്ടിത്തൂക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ കണ്ടാൽ ഇറങ്ങിയിട്ട് സവർക്കറുടേതായാലും ഏത് സംഘപരിവാർ തലവന്റേതായാലും അവിടെ കുമ്പിട്ട് നമസ്കരിച്ച് തൊഴുതിട്ട് കാറിൽ കയറി പോകുന്ന സതീശൻ കോൺഗ്രസ് ആണോ BJP ആണോ? ആണോ? ഇതല്ലേ കേരളത്തിലെ കോൺഗ്രസ്? ഈ കോൺഗ്രസിൽ നിന്ന് ഈ നാട്ടിലെ സാധാരണ കോൺഗ്രസ് സംസ്കാരത്തിന്റെ അല്പമെങ്കിലും മനസ്സിൽ സൂക്ഷിക്കുന്ന കോൺഗ്രസുകാർക്ക് നീതി കിട്ടുമോ? നീതി കിട്ടുമോ? പിന്നെ മുസ്ലിം ലീഗ്, അവരാ ഇതിന്റെ കൂടെ ഉള്ളത്. പണ്ടത്തെ ലീഗല്ല, ലീഗിന് മാറ്റമുണ്ട്. എന്താ ലീഗിന് മാറ്റം എന്നറിയുക? ഈ ലീഗ് എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രധാന അധികാരമാണ്. എന്താ സംഗതി? മുസ്ലിം ലീഗിന്റെ പ്രത്യേകത എന്താ? മുസ്ലിം ലീഗ് മുസ്ലിങ്ങൾക്കിടയിൽ, മുസ്ലിം സമുദായത്തിന്റെ അകത്ത് ഇന്ത്യയിൽ നിലവിലുള്ള ജനാധിപത്യ സൗകര്യങ്ങളെയും സംവിധാനങ്ങളെയും പ്രയോജനപ്പെടുത്തി മുസ്ലിങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യയുടെ മുസ്ലിം ലീഗ്.
മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളായ പാവപ്പെട്ടവരുടെ കാര്യത്തൊന്നും നോക്കാൻ അവരോട് പറയരുത്. സമ്പന്നരായ വിഭാഗങ്ങളുടെ ആളുകളുടെ താല്പര്യമേ അവർക്ക് പ്രശ്നമുള്ളൂ. മുസ്ലിം ലീഗിന്, ആ ലീഗിന് പ്രധാനം എന്താ? അധികാരമാണ്. കൂടിയാൽ 5 കൊല്ലമേ അധികാരമില്ലാതെ നിൽക്കൂ, പിന്നെ ആകെ വിറളിയാണ്. കാലാകാലം അങ്ങനെയാണല്ലോ കേരളത്തിൽ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേരെ മറിച്ച് സംഭവിച്ചു. ഇടതുപക്ഷത്തിന് തുടർഭരണം. അപ്പൊ നമ്മളെ കൂടെയുള്ള ആളുകളോട് ലീഗ് എന്താ പറഞ്ഞത്? മക്കളെ, ഒരു 5 കൊല്ലം കൂടി പൊറുക്ക്, ക്ഷമിക്ക്. ഇപ്പൊ 3.5 കൊല്ലം പിന്നെയും പിന്നിട്ടു, 8.5 കൊല്ലമായി. ഈ 8.5 കൊല്ലക്കാലത്ത് ഇടതുപക്ഷ ഭരണത്തെ വസ്തുതാപരമായി വിലയിരുത്തുന്ന ഏതൊരു കുട്ടിയും തലകുലിക്ക് സമ്മതിക്കുന്ന കാര്യമുണ്ട്. അടുത്ത തവണയും ഇടതുപക്ഷം തന്നെ കേരളത്തിൽ തുടർഭരണത്തിലേക്ക് വരുമെന്ന്. അപ്പൊ ലീഗിന്റെ വെപ്രാളം വർദ്ധിക്കുന്നു. അപ്പൊ ഏത് വിധേനയും ഇത് തടയാറെന്ന വഴി. അതിന് ലീഗ് കണ്ടുപിടിച്ച മാർഗം കേരളത്തിലെ മുസ്ലിങ്ങളെ എല്ലാം ലീഗിന്റെ നേതൃത്വത്തിൽ ഏകോപിപ്പിച്ച് ഇടതുപക്ഷത്തിനെതിരായി കോൺഗ്രസിന്റെയും സംഘപരിവാറിന്റെയും ആലയിൽ കൊണ്ടുപോയി തളച്ചിടുക. ഇതാണ്. ഞാൻ ചോദിക്കട്ടെ, അതിന്റെ ഭാഗമായിട്ടല്ലേ ജമാഅത്തെ ഇസ്ലാമി പാണക്കാട് തങ്ങളുടെ വലത്തെ ഇടത്തെ ചുമലിൽ ജമാഅത്തെ ഇസ്ലാമി എന്നെ ഇപ്പോ അല്ലേ വലത്തെ ചുമലിൽ ലക്ഷണമൊത്ത തീവ്രവാദികളായ SDPIക്കാരുമില്ലേ? ഇപ്പോഴത്തെ തങ്ങളുടെ പൂർവികനായ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ആരാധ്യനായ അന്തരിച്ചുപോയ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ലീഗിന്റെ പ്രസിഡന്റായ കാലത്താണ് 1991 എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കോലീബി സഖ്യം അല്ലേ, വടകര ബേപ്പൂർ മോഡൽ, സംഘപരിവാർ, കോൺഗ്രസ്, ലീഗ്. അന്നും സമാരാധ്യനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലുള്ള ലീഗ് ജമാഅത്തെ ഇസ്ലാമിയെ അകറ്റി നിർത്തി, തീവ്രവാദ സംഘങ്ങളെ അകറ്റി നിർത്തി. ഇന്ന് ഈ ജമാഅത്തെ ഇസ്ലാമി ലീഗിന്റെ ഏറ്റവും അടുത്ത ആളായി വരുന്നു. എന്തെങ്കിലും വേർതിരിവുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും തമ്മിൽ എന്താ വേർതിരിവ് എന്തെങ്കിലും ഉണ്ടോ? ആരാ ജമാഅത്തെ ഇസ്ലാമി? സംഘപരിവാർ ഇന്ത്യയെ RSSകാരെ വിഭാവനം ചെയ്യുന്ന ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കിയിട്ട് മാറ്റാനാണ് പരിശ്രമിക്കുന്നതെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാനെ പോലെ ഒരു മുസ്ലിം രാഷ്ട്രമായിട്ട് ഇന്ത്യയെ മാറ്റാനാണ് പരിശ്രമിക്കുന്നത്. അതാണ് അവരുടെ ലക്ഷ്യം. സംഘപരിവാർ ഉദ്ദേശിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രമായിട്ട് ഇന്ത്യ മാറിയാൽ ഇന്ത്യയിൽ വേട്ടയാടലിന് വിധേയമാകുന്ന മതവിഭാഗങ്ങൾ ആരൊക്കെയായിരിക്കും? മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികളും പറയേണ്ടതുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി ലക്ഷ്യം വെക്കുന്ന ഒരു മുസ്ലിം രാഷ്ട്രമായി, പാകിസ്ഥാനെ പോലുള്ള ഒരു മുസ്ലിം രാഷ്ട്രമായി ഇന്ത്യയെ മാറ്റാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് കഴിഞ്ഞാൽ ഞാൻ ഈ സദസ്സിനോട് ചോദിക്കുന്നു, ഈ നാടിനോട് ചോദിക്കുന്നു, ഇന്ത്യയിൽ ആരായിരിക്കും, ഏത് മതവിശ്വാസികളായിരിക്കും വേട്ടയാടലിന് വിധേയമാവുക? നിങ്ങൾ ആലോചിക്കുക, ഹിന്ദുക്കളായിരിക്കും. മനസ്സിലായില്ലേ? ഇവിടെ ഇടതുപക്ഷം പറയുന്നത് എന്താ? സംഘപരിവാർ അവരുടെ ഉദ്ദേശിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രമായാലും ജമാഅത്തെ ഇസ്ലാമി ഉദ്ദേശിക്കുന്ന മുസ്ലിം രാഷ്ട്രമായിട്ട് ഇന്ത്യ മാറിയാലും മതവിശ്വാസങ്ങളല്ല ഇവിടെ പരിരക്ഷിക്കപ്പെടുക. ചെറുതും വലുതുമായ വർഗീയയായിരിക്കും, വർഗീയ ശക്തികളായിരിക്കും ഇവിടെ സംരക്ഷിക്കപ്പെടുക. അതുകൊണ്ട് എല്ലാ മതക്കാർക്കും തുല്യാവകാശവും പരിഗണനയും ലഭിക്കുന്ന ഇന്ത്യയുടെ മതനിരപേക്ഷത കാത്ത് സംരക്ഷിക്കാനാണ് ഞങ്ങൾ ഈ മതരാഷ്ട്രവാദത്തെയും വർഗീയവാദത്തെയും എല്ലാം എതിർക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളോടുള്ള അടങ്ങാത്ത ശത്രുത. മുസ്ലിം ലീഗ് ഇപ്പോ പഴയ നിലപാട് മാറ്റിയോ? ലീഗ് നേതൃത്വമാണ് പറയേണ്ടത്. ജമാഅത്തെ ഇസ്ലാമിയും ലീഗും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതായോ? ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം നിങ്ങൾ ഏറ്റെടുത്തോ? പറയണം ഈ നാടിനോട്, ഈ നാടിനോട് പറയണം, പരസ്യമായി പറയണം. ഇത് മാത്രമല്ല, മാധ്യമങ്ങൾ, മനോരമ, മാതൃഭൂമി തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ മാധ്യമങ്ങൾ, ഇവരെല്ലാം കൂടി ഒരു മഹാസഖ്യം. ആരെല്ലാം ഏതെല്ലാം വിധത്തിൽ മഹാസഖ്യം ഉണ്ടാക്കിയാലും ഒരു കാര്യം ഞാൻ പറയാം, ആ മഹാസഖ്യത്തിന്റെ പ്രചരണങ്ങളിൽ ആവേശം കൊണ്ടിട്ട് സുധാകരനും സതീശനുമെല്ലാം ഇപ്പോൾ ആക്രോശിച്ച് മുന്നോട്ട് വരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾ പറയാം, ഇതൊന്നും നാട്ടിലൊരു ചലനവും ഉണ്ടാക്കാൻ പോകുന്നില്ല. ജനങ്ങൾക്ക് പ്രധാനം അവരുടെ ജീവിതാനുഭവങ്ങളാണ്. കേരളത്തിലെ ലക്ഷക്കണക്കായ ജനത അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഈ ഇടതുപക്ഷത്തെയും ഇടതുപക്ഷ ഗവൺമെന്റിനെയും
അവരുടെ ജീവിതാനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾക്ക് അപകട കാലഘട്ടങ്ങളിൽ, സന്ദർഭങ്ങളിൽ, എല്ലാ സന്ദർഭങ്ങളിലും സംരക്ഷണം, അഭയം ഈ ഇടതുപക്ഷമാണ്, ഇടതുപക്ഷ സർക്കാരാണ് എന്ന് ജീവിതാനുഭവത്തിന്റെ വെളിച്ചത്തിൽ തിരിച്ചറിഞ്ഞ ജനതയാണ് ഇവിടെയുള്ളത്. 8.5 കൊല്ലമായി കേരളത്തിൽ ഒരു വർഗീയ കലാപം നടന്നിട്ടില്ല, സംഘർഷമുണ്ടായിട്ടില്ല. എന്താ ഇവിടെ സംഘപരിവാരും ജമായത്തും SDPI ഇല്ലാഞ്ഞിട്ടാണോ? ഇവരൊന്നും വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ പരിശ്രമം നടത്താഞ്ഞിട്ടാണോ? അല്ലയല്ല. എവിടെയെല്ലാം ഇത്തരം ദുഷ്ടന്മാർ ഇറങ്ങി വന്നിട്ട് സംഘർഷമുണ്ടാക്കാൻ പരിശ്രമിച്ചിട്ടുണ്ടോ? ജനങ്ങളെ കലാപത്തിന്റെ വഴിയിലേക്ക് തിരിച്ചുവിടാൻ പരിശ്രമിച്ചിട്ടുണ്ടോ? അവിടെയെല്ലാം ഇടതുപക്ഷം ജാതി വീണ് നിർത്തനാഥം അടുത്ത സമ്മതിക്കില്ലെന്ന് ആർജവത്തോടെ വിരൽ ചൂണ്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നാടിന്റെ മതനിരപേക്ഷതയ്ക്ക് കാവൽ നിന്ന പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനം. ഈ ജീവിതാനുഭവത്തിന്റെ എല്ലാം വെളിച്ചത്തിൽ ഈ നാട്ടിലെ നാനാജാതി മതസ്ഥരായ ലക്ഷോപലക്ഷം ജനത അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഹൃദയാന്തരാളത്തിൽ ഒരു ദേവാലയത്തിനകത്ത് വിഗ്രഹം എങ്ങനെയാണോ പ്രതിഷ്ഠിച്ചത്, അതുപോലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും ഇടതുപക്ഷ സർക്കാരിനെയും പ്രതിഷ്ഠിച്ച കാലത്തോളം ഈ സർക്കാരിന്റെ രോമത്തിന് പോലും പുറമേൽപ്പിക്കാൻ സൂര്യന് താഴെ ഒരു ശക്തിക്കും കഴിയില്ലെന്ന പരമമായ യാഥാർത്ഥ്യം ഈ നാടിനോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു. ഞങ്ങൾ കൂടുതൽ വിനയാന്വിതരായി ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ എന്തെല്ലാം ചെയ്യാൻ കഴിയും അതെല്ലാം ഞങ്ങൾ ചെയ്യും. ഗവൺമെന്റിനെതിരായി വാഴി വരുന്ന എല്ലാ ദുഷ്ടശക്തികൾക്കുമെതിരായി ജനങ്ങളെ അണിനിരത്തി മഹാമുന്നേറ്റം ഞങ്ങൾ സൃഷ്ടിക്കും. അങ്ങനെ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ ഞങ്ങൾ സംരക്ഷിക്കും. സർക്കാരിന് നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ജനങ്ങളുടെ പിൻബലത്തോടെ ഞങ്ങൾ സംരക്ഷിക്കും. ഞങ്ങൾ ഈ നാട്ടിലെ ഞങ്ങളെ വിമർശിക്കുന്നവരും ഞങ്ങളെ കല്ലെറിയുന്നവരും ഞങ്ങൾക്ക് നേരെ കാർക്കിച്ചു തുപ്പുന്നവർക്കും ഞങ്ങളെ ആക്ഷേപിക്കുന്നവരും എല്ലാമായ സകലമാന ജനങ്ങളുടെയും കേരളീയ സമൂഹത്തിന്റെയാകെ സംരക്ഷണമാണ്, അവരുടെ മഹത്തായ ജീവിത മുന്നേറ്റമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കുള്ള പടയോട്ടമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തുന്നത്. അതിനെ പുറകോട്ടടിപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. ഈ മഹാമുന്നേറ്റം കേരളത്തെ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിലെ ഐശ്വര്യ സമൃദ്ധമായി ജീവിക്കുന്ന ജനസമൂഹത്തിന്റെ ജീവിത സാഹചര്യങ്ങളോട് ഒപ്പമെത്തിക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണ് എന്ന തിരിച്ചറിവോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സഹായിക്കാനും പിന്തുണയ്ക്കാനും കരുത്തുള്ളതാക്കാനും ഈ നാട്ടിലെ സകലമാന ജനങ്ങളും മുന്നോട്ട് വരണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി വിനയത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അഭിവാദനങ്ങൾ.